തന്നെ അല്ലെങ്കിൽ എനിക്ക് എന്റെ വൈഫിനെ നല്ലതുപോലെ അറിയാം, നീ പറഞ്ഞിട്ട് എനിക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും നല്ലത് തന്നെയാണ്. ഡേവിഡ്, ഹായ് ഡേവിഡ്, സുഖമാണോ? സുഖമാണ് ഡേവിഡ്. ഫുഡൊക്കെ കഴിച്ചോ? അതെനിക്ക് അസ്ന, നിനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് മാരേജ് നടന്നാൽ മതി, ലവ് ഓർ അറേഞ്ച്ഡ് ഏതെങ്കിലും മതി. എടാ നീ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നില്ല, നീ കുറച്ചുകൂടി മുന്നോട്ട് പോ, അപ്പൊ നമുക്ക് മാരേജിനെ പറ്റി ചിന്തിക്കാം. ആരാണ്? ചേട്ടൻ കഴിക്കുകയാണ്, അതാണ് ക്യാമറ ഓഫ് ആക്കിയെന്ന് തോന്നുന്നു. എന്നോട് റീസൺ ചോദിച്ചായിരുന്നു, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലതെന്നുള്ള റീസൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലവ് മാരേജിനാണ് ഏറ്റവും ബെറ്റർ. ലവ് മാരേജ് ഞാൻ പ്രിഫർ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ വല്ലവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രോക്കറിന്റെ കെയർ ഓഫിൽ വന്നതായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ കെയർ ഓഫിൽ വന്നതായാലും നമ്മൾ അറിയാൻ വയ്യാത്ത ഒരാളെ പോയി കിട്ടുന്നേക്കാൾ നല്ലത് നമ്മൾ കുറച്ചുകൂടെ പരിചയപ്പെട്ട് ഇപ്പൊ കുറച്ച് പേഴ്സണലി അറിയാവുന്ന ആളെ കിട്ടുന്നതാണ് നല്ലത്. സോ അതുകൊണ്ടാണ് ലവ് മാരേജ് ഞാൻ കമ്പയർ ചെയ്ത രണ്ട് ടോപ്പിക് അതാണ്. ഈ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ലവ് മാരേജ് ആണ്. അത് രണ്ടും വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് ഒരു പേഴ്സണെ കിട്ടുന്നതാണ് നല്ലത്, അതാണ് ഉദ്ദേശിച്ചത്. ഹരിബ്രോ, ചേച്ചി ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിച്ചത് അല്ലെ? ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടാകുമല്ലോ, അതെന്താണ്? സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്, തമാശയൊന്നും അല്ല. സൂപ്പർമാൻ ആണ് ചോദിച്ചത്. സൂപ്പർമാൻ. അത് ഞാൻ ഇവിടെ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ ആൾറെഡി ഒരു ബ്രേക്കപ്പിന്റെ സ്റ്റേജിലായിരുന്നു. അപ്പോ ബ്രേക്കപ്പ് സ്റ്റേജിലായിരുന്നു ഞാൻ. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് പറയുന്ന വിഷമങ്ങളും ചളികളൊക്കെ കേട്ടിരിക്കാൻ ഒരാളുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് മനസ്സിലായി. ഇപ്പം അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 22 വയസ്സുണ്ടായിരുന്നു എനിക്ക്. 22 മേലുണ്ടായിരുന്നു. 22 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്ന സമയത്തുള്ള ബർത്ത്ഡേയുടെ സമയത്തല്ലേ ഞാൻ വയസ്സ് ചോദിച്ച, ഓർമ്മയില്ലേ? 22 വയസ്സ്. ഓക്കെ. അപ്പൊ ആ ടൈമിലാണ് ഞാൻ എന്തായാലും ഇവിടെ പരിചയപ്പെടുന്നതും നമ്മൾ തമ്മിൽ കൂടുതൽ കോണ്ടാക്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് എന്റെ ഈ അത്രയും വയസ്സിലുള്ള ഒരു തിരിച്ചറിവ് വെച്ചിട്ട് എനിക്ക് ബോധം ഉണ്ടായി. കാരണം ഞാൻ ആ സമയത്ത് എന്റെ ബ്രേക്കപ്പ് കഴിഞ്ഞ ആള് എന്നെക്കാട്ടിൽ ഒരു 2 മാസം മൂത്ത ഒരാളായിരുന്നു. ഓക്കെ, എന്നെക്കാൾ ഞാൻ ആ സമയത്ത് പ്രേമിച്ചിരുന്ന ആ കുട്ടി എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ 2 മാസം മൂത്ത ഒരു പെൺകുട്ടിയായിരുന്നു. സോ ഞാൻ അന്നെനിക്ക് തിരിച്ചറിവുണ്ടായി. അതായത് നമ്മള് ഈ പരമാവധി ഈ പറഞ്ഞ പ്രായം കുറഞ്ഞ നല്ല ഏജ് ഡിഫറൻസ് ഉള്ള ഈ പറഞ്ഞ 14-15 വയസ്സുള്ള 14-15 ആണെന്നാണ് ഈ കൊച്ചിന്റെ കോൺസെപ്റ്റ് നിന്നിരുന്നത്. ഓക്കെ, ഞാനപ്പോ വിചാരിച്ചത് 14, 13, 15 ആ ഏജ് കാറ്റഗറിയിലുള്ള പെൺപിള്ളേരെ സ്നേഹിച്ചു കഴിഞ്ഞാല് അവർക്ക് അധികം ബുദ്ധിയും വളർച്ചയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു സമയം 18 വയസ്സാകുമ്പോൾ നമുക്ക് കെട്ടാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പ്രേമിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഈ 18 വയസ്സ് സീരിയസ് റീസൺ പറയാനാണ്, തമാശ വെള്ളം ഇറക്കട്ടെ. അപ്പൊ ബുദ്ധി വെക്കുന്നതിന് മുമ്പായിട്ട് പെൺപിള്ളേരെ സ്നേഹിക്കുക, കെട്ടുക എന്നുള്ളത് ഇതേളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഇതിനുള്ള ഒരു മറുപടി ഞാൻ പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ ചേട്ടനെ സ്നേഹിക്കുന്നത്. ഞാൻ +1 പോയപ്പോ ഈ കൊച്ചിന് പേടിയായിരുന്നു, ഞാൻ ഈ കൊച്ചിനെ കളഞ്ഞിട്ട് വേറെ റിലേഷൻഷിപ്പിലാവും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ഈ കൊച്ചിന് പേടിയായിരുന്നു, ഞാൻ ഈ കൊച്ചിനെ കളഞ്ഞിട്ട് വേറെ റിലേഷൻഷിപ്പിൽ പോകുന്നു. ആ മനുഷ്യനാണ് ഇമ്മാതിരി ഡയലോഗ് വന്നിരിക്കുന്നത്. ചുമ്മാ ഇതൊന്നും വല്ല റീസൺ. അതായത് ആരാ ചോദിച്ചത്? സൂപ്പർമാൻ. ആ കൊച്ചിന് കറക്റ്റ് റീസൺ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറ, അല്ല ചുമ്മാ അത് എന്തിനാണ്? ആ പുള്ളി കുറച്ച് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോൾ അതിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യും, അല്ലാതെ എല്ലാ തവണയും ജോക്ക് പറയാനാണെങ്കിൽ കാണാതെ. ഓരോ ചാറ്റ് വായിച്ചോട്ടെ. ടൈമാകും എന്ന് നമ്മളൊക്കെ കരുതും, അതൊക്കെ ചുമ്മാതാണ്. ലവ് മാരേജ് ചെയ്തവൻ പറയും കല്യാണമേ വേണ്ട എന്ന് പറയും, മിണ്ടണ്ട. അതാണ് ലവ് മാരേജ് ചെയ്തവനൊക്കെ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ, കല്യാണമേ വേണ്ട. അല്ലല്ല, അത് അങ്ങനെയല്ല. ഞാനിപ്പോ എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആ സമയത്ത് എന്റെ ബ്രേക്കപ്പിന്റെ സമയത്ത് നമ്മളെല്ലാം കൂടുതൽ സംസാരിക്കുന്നതൊക്കെ ഇവിടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു, നമ്മളെല്ലാം ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. അങ്ങനെ ആവുമ്പോൾ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാകുന്നത് നമുക്ക് റിലേഷൻഷിപ്പായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങള് നോർമലി ഒരു ഔട്ട് പേഴ്സൺസ് എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ലാതെയാണ് കോണ്ടാക്ട് വരുന്നത്. പിന്നെ സംസാരിച്ചാണ് ഞങ്ങളുടെ ഇടയിൽ തന്നെ റിലേഷൻഷിപ്പ് ആയിപ്പോയത്. ഓക്കെ, അങ്ങനെ അതിനുശേഷം നമ്മളെ ഇപ്പം ആ ഒരു മൂഡ് ഓഫ് മൈൻഡ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ കേൾക്കാൻ ആ സമയത്ത് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് സംഭവമാണല്ലോ. അപ്പോഴത്തേക്ക് അങ്ങനെ കേട്ട് അങ്ങനെ അവസാനം പിന്നെ എന്താ പറയാ, പിന്നെ ഈ പറഞ്ഞൊരു ഫ്രണ്ട് എന്ന രീതിയിലേക്ക് മാറി ഒരു